ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. ഇന്ന് പൊളിറ്റിക്കൽ സയൻസിലെ 7ാമത്തെ അധ്യായവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പല ആളുകളും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് പൊളിറ്റിക്കൽ സയൻസിലെ 7ാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതാണ് 7ാമത്തെ അധ്യായം? രാഷ്ട്രത്തിന്റെ നയത്തിലെ നിർദ്ദേശക തത്വങ്ങളും മൗലിക ഉത്തരവാദിത്തങ്ങളും. രാഷ്ട്രത്തിന്റെ നയത്തിലെ നിർദ്ദേശക തത്വങ്ങളും മൗലിക ഉത്തരവാദിത്തങ്ങളും. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 2 പോയിന്റാണ് നിർദ്ദേശക തത്വങ്ങളും മൗലിക ഉത്തരവാദിത്തങ്ങളും. ഈ ചാപ്റ്ററിൽ ആദ്യമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? വാട്ട് ഈസ് എ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി? എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? ഈ ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇത്. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന വിഷയം. ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വാട്ട് ആർ ദ കാറ്റഗറീസ് ഓഫ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എത്ര തരം നിർദ്ദേശക തത്വങ്ങളുണ്ട്? 4 തരത്തിലുള്ള നിർദ്ദേശക തത്വങ്ങളാണുള്ളത്. 1 സോഷ്യലിസ്റ്റ് സാമ്പത്തിക തത്വങ്ങൾ, 2 ഗാന്ധിയൻ തത്വങ്ങൾ, 3ാമതായി പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള തത്വങ്ങൾ, ദ ലാസ്റ്റ് പോയിന്റ് സമ്മിശ്ര തത്വങ്ങൾ. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചാപ്റ്ററിൽ തന്നെ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നു. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും ജീവിത വൃത്തിക്കായുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക, 2 ഭൗതിക വിഭവങ്ങളുടെ മേലുള്ള പൊതു ഉടമസ്ഥത, തുല്യ ജോലിക്ക് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ തുല്യ വേതനം. ഇതൊക്കെയാണിത് പ്രധാനപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ. ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് നിർദ്ദേശക തത്വങ്ങളും അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? നിർദ്ദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ഈ ചാപ്റ്ററിൽ കഴിഞ്ഞു പോയ പരീക്ഷാ പേപ്പറുകളിലെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇത്, ഈ ഒരു ചോദ്യം. ഇനി മറ്റൊരു വിഷയമാണ് ഭരണഘടനയിലെ മൗലിക കടമകൾ ഏതൊക്കെയാണ് ഭരണഘടനയിലെ മൗലിക കടമകൾ? 1 ഭരണഘടനയുടെ 4ാം ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു? ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഭരണഘടന അനുസരിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും എന്ത് ചെയ്യണം? ആദരിക്കണം. 2 സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് എന്ത് ചെയ്യണം? അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യണം. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നത് എത്ര തരത്തിലുള്ള നിർദ്ദേശക തത്വങ്ങളുണ്ട് എന്ന് പറയും. അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്ന് സാമ്പത്തിക തത്വങ്ങളാണ്. എന്തൊക്കെയാണ് സോഷ്യലിസ്റ്റ് സാമ്പത്തിക തത്വങ്ങൾ? ഭരണഘടനയുടെ 38ാം വകുപ്പിൽ ജനനന്മക്കായി ഉൾപ്പെടുത്തിയ ഒന്നാണ് ഏത്? ഈ സോഷ്യലിസ്റ്റ് സാമ്പത്തിക തത്വങ്ങൾ. 39ാം വകുപ്പ് ജനാധിപത്യ സോഷ്യലിസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള ഉപജീവന മാർഗങ്ങൾ, വിഭവങ്ങളുടെ ന്യായമായിട്ട് എന്ത് ചെയ്യണം? വിഭവങ്ങളെ വിതരണം ചെയ്യണം, തുല്യ ജോലിക്ക് തുല്യ വേതനം, നീതിപൂർവമായ സാമൂഹിക ക്രമം, ചൂഷണത്തിൽ നിന്നുള്ള മോചനം. ഇതെല്ലാം സോഷ്യലിസ്റ്റ് സാമ്പത്തിക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. മറ്റൊന്നാണ് ഇത് ഗാന്ധിയൻ തത്വങ്ങൾ. ഈ ഗാന്ധിയൻ തത്വങ്ങൾ എന്താണ്? അത് ഗാന്ധിജിയുടെ ആദർശത്തോട് ചേർന്ന് കിടക്കുന്ന ഒന്നാണ് ഇത് ഗാന്ധിയൻ തത്വങ്ങൾ. സഹകരണ അടിസ്ഥാനത്തിലോ വ്യക്തിഗത അടിസ്ഥാനത്തിലോ കുടിൽ വ്യവസായങ്ങൾ വളർത്തുന്നതിന് ഭരണഘടനയിലെ 43ാം വകുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? രാഷ്ട്രത്തോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇതാണ് ഗാന്ധിയൻ തത്വങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മറ്റൊന്നാണ് ഇത് ഉദാര തത്വം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് ഇത്, ഈ ഒരു പോയിന്റ്. അപ്പോൾ ഈ ചാപ്റ്ററിനെ വളരെ വിശാലമായിട്ട് വളരെ ബൃഹത്തായിട്ട് ഇതിലെല്ലാ പോയിന്റുകളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് നാഷണൽ അക്കാദമിയുടെ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിലെ 2 പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്നാണ് എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ നിർദ്ദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളും ഇത് എല്ലാ പരീക്ഷയ്ക്കും പലപ്പോഴായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. ഈ 2 ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. ഇതുപോലത്തെ പല ചോദ്യങ്ങളും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുകളും എല്ലാം
വളരെ വിശദമായിട്ട് ഈ ക്ലാസ്സിനെ തന്നെ വളരെ ബൃഹത്തായ രൂപത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് കൂടുതൽ പഠിക്കാനും ഇത് കൂടുതൽ മനസ്സിലാക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് നിങ്ങൾക്ക് നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്താൽ വളരെ നല്ല പ്രഗത്ഭരായ അധ്യാപകരുടെ വീഡിയോ ക്ലാസ്സുകളെല്ലാം എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നാഷണൽ അക്കാദമിയുടെ ആപ്പിൽ ലഭ്യമാകും. അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ അക്കാദമിയുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അന്നേരം നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത്. താങ്ക് യു.